everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ FI UGP സ്റ്റുഡൻസിൻ്റെ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ചാപ്റ്റർ 2 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാപ്റ്റർ 1 ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. കാരണം നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള 3 ഇയർ ഡിഗ്രിക്കാർക്കും ഈ സെയിം സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേറെ പ്ലേലിസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു തമ്പനയിലുള്ള വീഡിയോസ് തന്നെ ഈ പ്ലേലിസ്റ്റിൽ നിന്ന് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 2 നമുക്ക് നോക്കാം. ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നുള്ളതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസ് നമ്മൾ കണ്ടു. എഗ്രിമെൻ്റ് എന്താണ്, കോൺട്രാക്ട് എന്താണ്, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നോക്കേണ്ട കാര്യം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിനെ കുറിച്ചാണ്. സോ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇയർ നിങ്ങൾ അങ്ങനെ തന്നെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ലോ റെഗുലേറ്റിംഗ് കോൺട്രാക്ട്സ് ഇൻ ഇന്ത്യൻ ലോ. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ തരത്തിലുള്ള കോൺട്രാക്റ്റുകളും ഈ ഒരു ആക്ടിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. ഓക്കെ, ദെൻ അതിലൊരു ലൈൻ കൂടി ലാസ്റ്റ് പറയുന്നുണ്ട്. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദി ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദി സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിൽ ഒഴിച്ച് നമ്മുടെ ഇന്ത്യയിൽ എല്ലാവിടെയും ഈ ഒരു ആക്ട് പ്രകാരമാണ് കോൺട്രാക്റ്റുകൾ നടപ്പിലാവുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഭരണഘടനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ അവരുടേതായിട്ടുള്ള രീതിയിലാണ് കോൺട്രാക്ട് ആക്റ്റുകളൊക്കെ ഉള്ളത്. ഓക്കെ, ഇനി എന്താണ് കോൺട്രാക്ട്? മീനിങ് ഓഫ് കോൺട്രാക്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ കോൺട്രാക്ട് ഈസ് എ ഫോർമൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 or more parties ദാറ്റ് ഈസ് എൻഫോഴ്സബിൾ ബൈ ലോ. നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആൻ അഗ്രിമെൻറ്റ് ഈസ് ദ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദ പാർട്ടീസ് ഇൻവോൾവിങ് ആൻ ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഇപ്പോൾ ഒരു 2 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ആ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ്, ഇപ്പോൾ രവി സമീർ. അപ്പോൾ രവി സമീറിൻ്റെ അടുത്ത് പറയുകയാണ്, നമുക്ക് ഈ ഒരു വീക്കെൻഡിൽ ബിരിയാണി കഴിക്കാൻ പോയാലോ? അത്തരത്തിൽ ഒരു ഓഫർ മുന്നോട്ട് വെച്ചു. അപ്പോൾ അടുത്ത ആൾ സമീർ അത് ആക്സെപ്റ്റും ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഓഫർ വന്നു, ഒരു ആക്സെപ്റ്റൻസും വന്നു. അപ്പോൾ ഒരാളൊരു ഓഫർ വെക്കാനും മറ്റൊരാളത് ആക്സെപ്റ്റ് ചെയ്യാനും, ഇതിനെയാണ് നമ്മൾ അഗ്രിമെൻ്റ് എന്ന് പറയുക. ഇനി ഇതിൽ നമ്മുടെ ഓഫർ മുന്നോട്ട് വെച്ച രവി സമീറിനെ പറ്റിക്കാണ് ഉണ്ടാവുന്നത്. പറ്റിച്ചു കഴിഞ്ഞാൽ സമീറിന് കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതിൽ യാതൊരു തരത്തിലുള്ള ലീഗൽ ടേംസോ കാര്യങ്ങളോ ഇല്ല. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു കോൺട്രാക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ ലീഗൽ ടേംസ് ഇല്ല, എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല. അതായത് നിയമവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന എലമെൻറ്റ്സ് ഒന്നും തന്നെ ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ സാധാരണ ഒരു അഗ്രിമെൻ്റ് എന്നാണ് പറയുക. ഇനി ഇതിൽ ലീഗൽ ടേംസ് കടന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തായി? കോൺട്രാക്റ്റായി. ഓക്കെ, എൻഫോഴ്സിബിൾ ബൈ ലോ, അതായത് നിയമം അംഗീകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് കോടതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ടേംസ് അതിലുണ്ടെങ്കിൽ അതെന്തായി? അതൊരു കോൺട്രാക്റ്റായി. അല്ലാത്ത പക്ഷം അതൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്. ഇപ്പം എഗ്രിമെൻറ്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. എഗ്രിമെൻറ്റിൽ ഒരു ലോ കൂടി കടന്നു വരുമ്പോഴാണ് അത് കോൺട്രാക്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഡെഫിനിഷനും മീനിങ്ങും നിങ്ങൾ പഠിക്കണം. അതിൽ ഈ സെക്ഷൻ എന്തായാലും പഠിക്കണം. കോൺട്രാക്റ്റിൻ്റെ സെക്ഷൻ വരുന്നത് സെക്ഷൻ 2. ഈ ബ്രാക്കറ്റിൽ എഴുതുന്നതിനെ നമ്മൾ സബ് സെക്ഷൻ എന്നാണ് പറയുക. ഓക്കെ, സബ് സെക്ഷൻ. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ H പ്രകാരം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 കോൺട്രാക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എൻ അഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. ഒരു അഗ്രിമെൻ്റ് ആണ്, അത് ലോ കൂടി കടന്നു വന്നു കഴിഞ്ഞാൽ അത് എന്തായി? ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാറി. ഇനി അപ്പോൾ കോൺട്രാക്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു, എഗ്രിമെൻറ്റ് എന്താണെന്ന് നമ്മൾ ഇവിടെ കാണുകയാണ്. എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ. സെക്ഷൻ 2 സബ്സെക്ഷൻ E പ്രകാരം പറയുന്നു, ഏതൊരു പ്രോമിസ് അല്ലെങ്കിൽ ഒരു പ്രോമിസസ് ഉണ്ടെങ്കിൽ അതെന്താണ്? ഒരു എഗ്രിമെൻ്റ് ആണ്. അതായത് ഞാൻ നിന്നെ അടുത്ത വീക്കെൻഡ് ബിരിയാണി കഴിക്കാൻ കൊണ്ടുപോകാം. അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾ ഓക്കെ നമുക്ക് പോവാം, അതൊരു എഗ്രിമെൻറ്റാണ്. എൻ്റെ ബ്ലൂ സാരി ഞാൻ നിനക്ക് തരാം, നിൻ്റെ റെഡ് സാരി എനിക്ക് നീ തരണം, അതൊരു എഗ്രിമെൻ്റ് ആണ്. മനസ്സിലായി? അങ്ങനെ നമ്മൾ വാക്കാലെ പറയുന്ന അല്ലെങ്കിൽ എഴുതി പറയുന്ന എന്തിനേയും നമ്മൾ എഗ്രിമെൻ്റ് എന്ന് തന്നെയാണ് പറയുക. പക്ഷെ അതിൽ ലീഗൽ ടേംസ് കടന്നു വരുമ്പോൾ, ഒരു ലോ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കോർട്ടിൽ പോയിട്ട് നമുക്കത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് മാറുമ്പോൾ അതെന്തായി? അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാവാൻ ഞാനിവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്.
എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 എലമെന്റ്സ് ആണ് ഉള്ളത്. ഒരാൾ ഓഫർ വയ്ക്കുന്നു, മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതെന്തായി? എഗ്രിമെന്റ് ആയി. പക്ഷെ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഗ്രിമെന്റ് വേണം. എഗ്രിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓഫറും ആക്സെപ്റ്റൻസും എഗ്രിമെന്റ് വേണം. പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കൂടി വേണം? എൻഫോഴ്സബിലിറ്റി ബൈ ലോ, നിയമം അംഗീകരിക്കുന്ന ഒരു എലമെന്റും കൂടി ഉണ്ടെങ്കിൽ അതെന്തായി മാറി? കോൺട്രാക്റ്റ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇതാണ് എഗ്രിമെന്റും കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. ഇത് മനസ്സിലാക്കി വെച്ചില്ലെങ്കിൽ ഈ ചാപ്റ്ററോ അല്ലെങ്കിൽ ഈ സബ്ജക്റ്റോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇനി നമ്മുടെ 3 എസെൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എഗ്രിമെന്റിൽ 2 പാർട്ടീസ് എന്തായാലും വേണം. ഒരാൾ ഓഫർ മുന്നോട്ട് വെക്കാനും മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും. രണ്ടാമത്തെ ടേം വേണ്ടത് കൺസെൻസസ് അഡ് ഇഡിയം ഓർ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് ആണ്. അതായത് ഇവിടെ 2 വ്യക്തികളുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഞാൻ അതേപോലെ തന്നെ ഇപ്പോൾ അനുവും അപ്പുവും, ഇവർ 2 പേരും തമ്മിലാണ് കോൺട്രാക്റ്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ അനു അപ്പുവിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ കാർ നിനക്ക് വിൽക്കാം എന്ന് പറയാണ്. അപ്പോൾ അനുവിന് ഓൾറെഡി 2 കാറുണ്ട്, ഒരു വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്. അപ്പോൾ ഇത് കേട്ട അപ്പു വിചാരിച്ചത് റെഡ് കാറാണെന്ന് വിചാരിച്ചത്, പക്ഷെ അനു വിചാരിച്ചത് വൈറ്റ് കാറാണ്. പക്ഷെ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയോ ചോദിക്കോ ഇവിടെ ചെയ്തിട്ടില്ല. ഇവർ കാറെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അപ്പു റെഡ് കാറിന് വേണ്ടിയാണ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്, അനു വൈറ്റ് കാർ വിൽക്കാൻ വേണ്ടിയാണ് എഗ്രിമെന്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇവിടെ 2 പേരും വിചാരിച്ചത് ഒരേ കാര്യമാണോ? അല്ല, 2 കാര്യങ്ങളാണ്. ഇവരുടെ ഐഡന്റിറ്റി ഓഫ് മൈൻഡ്സ് സെയിം അല്ല, അല്ലേ? അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ 2 കൂട്ടരും ഒരേ കാര്യം ഒരേ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിനെ നമ്മുടെ ബിസിനസ് ലോയിൽ പറയുന്ന മറ്റൊരു ടേമാണ് കൺസെൻസസ് അഡ് ഇഡിയം എന്നുള്ളത്. അതായത് 2 പാർട്ടീസും ഒരേ കാര്യം സെയിം ടൈം ഇൻ ദ സെയിം സെൻസിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി മൂന്നാമത്തത്, ഒരാൾ പ്രോമിസ് വയ്ക്കാനും മറ്റൊരാൾ അത് ആക്സെപ്റ്റ് ചെയ്യാനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് 3 ആസ്പെക്ട്സ് ഓഫ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ കോൺട്രാക്റ്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൻ്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണ്? ഒരു കോൺട്രാക്റ്റിന് ഇതൊരു പെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് താഴെ പറയുന്ന 10 എലമെന്റ്സ് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ പഠിക്കണം എന്നില്ല, പക്ഷെ 10 എണ്ണം എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 1, ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. നമ്മൾ എഗ്രിമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരാൾ ഒരു ഓഫർ മുന്നോട്ടേക്ക് വെക്കാനും മറ്റൊരാളത് ആക്സെപ്റ്റ് ചെയ്യാനും, അങ്ങനെ 2 അതായത് ഒരു ഓഫറും ആക്സെപ്റ്റൻസും അതിൽ ഉണ്ടായിരിക്കണം. അതാണ് ഒരു കോൺട്രാക്റ്റിൻ്റെ ഒന്നാമത്തെ എലമെൻറ്റ്. ഇനി രണ്ടാമത്തത് ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്. അതൊരു ലീഗൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടുള്ളതാവരുത്. മൂന്നാമത്തത് ലോഫുൾ കൺസിഡറേഷൻ. ഫസ്റ്റ് ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്താണ് കൺസിഡറേഷൻ എന്നുള്ളത്. കൺസിഡറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ, മണി ഓർ മണി വാല്യൂയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ നമ്മൾ കൈമാറ്റം ചെയ്തിട്ടുണ്ടാവണം. അതിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നാലാമത്തേതാണ് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ പറ്റില്ല. ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവണം എന്നുണ്ടെങ്കിൽ 3 ആളുകൾക്കേ സാധിക്കുള്ളൂ. 3 ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ളവർ, അവർ നമ്മൾ എന്തെന്നാണ് പറയുക? മേജേഴ്സ് എന്നാണ് പറയുക. 18 വയസ്സിന് താഴെയുള്ളവർ മൈനേഴ്സാണ്. മൈനേഴ്സിന് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ പറ്റില്ല, മേജർ ആവണം. അതായത് 18 എബവ് ആയിരിക്കണം. ഇനി എന്താണ്? സൗണ്ട് മൈൻഡ് ഉള്ളവരായിരിക്കണം. സൗണ്ട് മൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് യാതൊരു തരത്തിലുള്ള വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു വ്യക്തി. അങ്ങനെയുള്ള വ്യക്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൗണ്ട് മൈൻഡ്, പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്ക് പറ്റില്ല? അൺസൗണ്ട് മൈൻഡുള്ള ആളുകൾക്ക്, അതായത് ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ സാധിക്കില്ല. ഇനി അതേപോലെ മൂന്നാമത്തത് പേഴ്സൺസ് ക്വാളിഫൈഡ് ബൈ ലോ. അതായത് ചില ആളുകളെ നിയമം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അതായത് ക്രിമിനൽസ് ആവാം,
അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ള ആളുകളെ നിയമം തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ പറ്റില്ല. കൃത്യമായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് എൻ്റർ ആവാൻ സാധിക്കുള്ളൂ. അപ്പോൾ പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കോൺട്രാക്റ്റിൽ. ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മേജറായിട്ടുള്ള ആൾ, സൗണ്ട് മൈൻഡുള്ള ആൾ, ക്വാളിഫൈഡ് ബൈ ലോ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാൻ സാധിക്കുക. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മൈനേഴ്സ്, അൺസൗണ്ട് മൈൻഡ് ഉള്ളവർ, പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്നുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് തന്നെ പറയണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എന്ന് പറയുക. അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ആവാനായിട്ട് ആർക്കൊക്കെ പറ്റും, ആർക്കൊക്കെയാണ് അതിനുള്ള കപ്പാസിറ്റി ഉള്ളത്, ഇവർക്കൊക്കെയാണ് മേജർ, സൗണ്ട് മൈൻഡ്, ക്വാളിഫൈഡ് ബൈ ലോ, മൈനേഴ്സ്, അൺസൗണ്ട് മൈൻഡ് ഉള്ളവർ, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ എന്നീ ആളുകൾക്ക് എൻ്റർ ആവാൻ സാധിക്കില്ല. ഇനി 5ാമത്തെ പോയിൻ്റാണ് ഫ്രീ കൺസെൻറ്റ്. ഫ്രീ കൺസെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള സമ്മതം എന്നുള്ള അർത്ഥമാണ്. നമ്മൾ ഒരാളെയും നിർബന്ധിച്ച് കോൺട്രാക്റ്റിൽ എൻ്റർ ആവാനായിട്ട് പറ്റില്ല. അവരുടെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടി വേണം നമ്മൾ അവരെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്താനായിട്ട്. ഇനി 6ാമത്തേതാണ് ലോഫുൾ സബ്ജക്റ്റ്. ഒരു തരത്തിലും ഇല്ലീഗൽ അല്ലെങ്കിൽ ഇമ്മോറൽ അല്ലെങ്കിൽ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലും നമ്മൾ എൻ്റർ ആവാൻ പാടില്ല. വളരെ ലോഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടേണ്ടത്. ഇനി 7th വൺ, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം കുറച്ച് എഗ്രിമെൻറ്റ്സ്, താഴെ പറഞ്ഞിരിക്കുന്ന കുറച്ച് എഗ്രിമെൻറ്റ്സ് നമ്മൾ എഗ്രിമെൻറ്റ്സ് പ്രകാരം നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് പാടില്ല. അത് ഏതൊക്കെ എഗ്രിമെൻറ്റ്സ് ആണ്? എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻ ടു മാരേജ്, കല്യാണം തടയാനുള്ള, കല്യാണം മുടക്കാനുള്ള ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല. അതേപോലെ ട്രേഡ്, ഒരു കച്ചവടം തടയുന്നതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൽ നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ദെൻ ലീഗൽ പ്രൊസീഡിങ്സ്, എന്തെങ്കിലും നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. ദെൻ എഗ്രിമെൻറ്റ്സ് ദ മീനിങ് ഓഫ് വിച്ച് ഇസ് അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് അറിയില്ല എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടാൻ പാടില്ല. ദെൻ എഗ്രിമെൻറ്റ്സ് ബൈ വേ ഓഫ് വേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെറ്റ് വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്സിൽ നമ്മൾ ഏർപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തരം എഗ്രിമെൻറ്റ്സ് ഒന്നും വാലിഡ് അല്ല, ലീഗൽ അല്ല. അപ്പോൾ ഇതൊന്നും കോൺട്രാക്റ്റ് ആയിട്ട് മാറുകയുമില്ല. ഇതാണ് 7th പോയിന്റിൽ പറയുന്നത്. ഇനി 8th പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർട്ടൈനിറ്റി ഓഫ് മീനിങ് ആണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ടേംസ് ഓഫ് ദി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രിസൈസ് ആൻഡ് സെർട്ടൈൻ ആയിരിക്കണം. കൃത്യമായിട്ടുള്ള രീതിയിൽ വേണം അത് പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് പെർഫെക്റ്റ് കോൺട്രാക്ട്സ് എന്ന് പറയുന്നത്. 9th വൺ, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നമുക്കത് പെർഫോം ചെയ്യാൻ സാധിക്കണം. ഇപ്പം ഞാൻ പറയാണ് അമ്പിളി മാമനെ പിടിച്ചു തരാം, 1,00,000 രൂപ തരണം എന്ന് പറയുവാണ്. ഇത് പോസിബിൾ ആണോ? ഇത് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അത് വാലിഡ് ആയിരിക്കില്ല. ഇനി 10th വണ്ണാണ് ലീഗൽ ഫോർമാലിറ്റീസ്. കൃത്യമായിട്ട് നമ്മുടെ കൺട്രിയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ എസെൻഷ്യൽ ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസും ഫുൾഫിൽ ആവുന്ന രീതിയിൽ വേണം നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട്. അപ്പോൾ ഈ 10 എണ്ണം ഉണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റ് പെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം മിസ്സായി കഴിഞ്ഞാൽ അത് കോൺട്രാക്റ്റ് എന്ന് അതിനെ വിളിക്കില്ല നമ്മൾ. ഓക്കെ, ഒരെണ്ണം പോലും ഇതിലെ മിസ്സാവാൻ പാടില്ല, കൺസിഡറേഷൻ ഇല്ലേ, അത് കോൺട്രാക്റ്റ് ആവില്ല. 9 എണ്ണം ഫുൾഫിൽ ചെയ്തിട്ട് ഇതിൽ ഒരു പോയിന്റ് നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ കോൺട്രാക്റ്റ് എന്ന് നമ്മൾ വിളിക്കില്ല. ഈ 10 എണ്ണം കൂടി ഒരുമിച്ച് വേണം ഒരു കോൺട്രാക്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് കോൺട്രാക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ ഈ 10 എണ്ണത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ മറ്റൊരു ടേമാണ് all contracts are agreements but all agreements are not contract justified. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ചില കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇവിടെ പറയുന്നത് എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെൻ്റ് ആണ്, പക്ഷേ എല്ലാ എഗ്രിമെൻറ്റ്സും കോൺട്രാക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണുള്ളത്? ഒരു ഓഫർ ഉണ്ടായിരിക്കും, അതേപോലെ ആക്സെപ്റ്റൻസും ഉണ്ടെങ്കിൽ അതെന്തായി? അതൊരു എഗ്രിമെൻ്റ് ആയി. ഇനി കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മേലെ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റിൽ ഒരു ലോ കൂടി വന്നാൽ അതെന്തായി? അത് കോൺട്രാക്റ്റായിട്ട് മാറി. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റിനെയും പോയിട്ട് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം എല്ലാ എഗ്രിമെൻറ്റ്സിലും നിയമം ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഈ ബ്ലൂ സാരി നിനക്ക് തരാം, റെഡ് സാരി എനിക്ക് തരണം, അതൊക്കെ എഗ്രിമെൻറ്റാണ്. അതിലൊന്നും നിയമം കടന്നു വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ എഗ്രിമെൻറ്റ്സിനെയും പോയിട്ട് നമുക്ക് കോൺട്രാക്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാ കോൺട്രാക്റ്റുകളെയും പോയി നമുക്ക് എഗ്രിമെൻ്റ് എന്ന് വിളിക്കാം. കാരണം അത് കോൺട്രാക്റ്റ് ആയത് ഒരു എഗ്രിമെൻ്റ് വന്ന് അതിലൊരു നിയമം കൂടി വന്നപ്പോഴാണ് അത് കോൺട്രാക്റ്റ് ചെയ്തത്. അപ്പോൾ എല്ലാ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിലും ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആദ്യം അത് എഗ്രിമെൻ്റ് ആയിരുന്നു, അതിൽ നിയമം കൂടി വന്നപ്പോഴാണ് അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറിയത്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കോൺട്രാക്റ്റും എഗ്രിമെൻറ്റ്സ് ആണ്. പക്ഷെ എഗ്രിമെൻറ്റ്സ് എല്ലാം കോൺട്രാക്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിൽ എഴുതാവുന്നതേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കി വെക്കുക. ഞാനൊരു ബ്ലാക്ക് ബോക്സ് കാണിച്ചു തന്നിട്ടുണ്ടായില്ലേ, ഇതൊന്നും അവിടെ ഒന്ന് ബോക്സ് ഇതേപോലെ തന്നെ ഒരു ബോക്സിലാക്കിയൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ആണ്. ഇത് ഓഫ് എന്നാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോൺട്രാക്ട്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാനിത് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു വാലിഡിറ്റി. വാലിഡിറ്റിയുടെ അണ്ടറിൽ വാലിഡ് കോൺട്രാക്ട്സ്, വോയിഡ് എഗ്രിമെൻറ്റ്സ്, വോയിഡബിൾ കോൺട്രാക്ട്, അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്, ഇല്ലീഗൽ കോൺട്രാക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി ഫോർമേഷൻ്റെ അണ്ടറിൽ എക്സ്പ്രസ് കോൺട്രാക്ട്, ഇംപ്ലൈഡ് കോൺട്രാക്ട്, ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി അക്കോർഡിംഗ് ടു പെർഫോമൻസിൻ്റെ കേസിൽ എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ്, എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ്, യൂണിലാറ്ററൽ കോൺട്രാക്ട്സ്, ബൈലാറ്ററൽ കോൺട്രാക്ട്സ്. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് പഠിക്കണം. ഓരോന്നും നമ്മുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ കുറച്ച് പോർഷനായിട്ട് ഷോർട്ടസേക്ക് ചോദിക്കാം, ഡിഫറൻസ് ആയിട്ട് ചോദിക്കാം നമ്മുടെ അടുത്ത്. എന്താണ് വാലിഡ് കോൺട്രാക്റ്റും വോയിഡ് കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ നമുക്ക് ഡിഫറൻസ് ആയിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ബോക്സിലെ ഫസ്റ്റ് 1 ആയിട്ടുള്ള വാലിഡ് കോൺട്രാക്റ്റ് എന്താണെന്ന് നോക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ an agreement enforceable by law is a valid contract. കൃത്യമായിട്ടൊരു എഗ്രിമെൻറ്റിലെ ലോ ഒക്കെ കടന്നു വന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു എഗ്രിമെൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. അതായത് യാതൊരു തരത്തിലുള്ള ഇല്ലീഗൽ ഫാക്ടേഴ്സും ഇല്ലാത്ത ഒരു കോൺട്രാക്റ്റിന് നമ്മൾ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക. അത് വാലിഡാണ്, യാതൊരു പ്രശ്നവും ഇല്ല, ഫുൾഫിൽ ചെയ്യാൻ പറ്റും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈൻഡിങ് ഇൻ ലോ എന്നാണ് പറയുക. അതായത് വോയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസ്ലെസ് ആണത്, നമുക്കതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, നിയമം അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ പാകിസ്ഥാനിൽ പോയിട്ട് നമുക്കൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല, അത് നമ്മുടെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് എന്ന് വിളിക്കും. ഇനി ഈ കോൺട്രാക്റ്റിൽ പോലെ തന്നെ വോയിഡ് എഗ്രിമെൻറ്റും ഉണ്ട്. വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട സമയം തന്നെ അത് എന്താണ് വാലിഡ് അല്ലാതെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ് അതെന്തായി മാറുന്നു? വോയിഡ് ആയിട്ട് മാറുന്നു. ഇപ്പം അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, കാരണം നമുക്കത് എക്സാമിന് ചോദിക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എഗ്രിമെൻറ്റിൽ ഏർപ്പെടാണ്, ഒരാളെ തല്ലിക്കൊല്ലണം, അതിനുള്ളൊരു എഗ്രിമെൻറ്റിലാണ് ഏർപ്പെടുന്നത്. അത് എന്താ പറയുക, അത് പറയുമ്പോൾ തന്നെ നമുക്കതറിയാം അത് ഇല്ലീഗലാണ്, അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരാളെ കൊല്ലുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല. അപ്പോൾ ഇതൊരു എഗ്രിമെൻറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കോൺട്രാക്റ്റ് ആയിട്ടില്ല. അത് കാരണം അതിൽ നിയമം വന്നിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊരു കോൺട്രാക്റ്റ് ആയിട്ടില്ല. ഞാനൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ ആ എഗ്രിമെൻറ്റ് എൻ്റെ ഉള്ളിൽ ലോ വന്നിട്ട് വേണം അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറാൻ, അല്ലേ? അപ്പോൾ എഗ്രിമെൻ്റ് ആയപ്പോൾ തന്നെ
അത് ഇല്ലീഗലായി മാറുകയാണ്. ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു, അത് അവിടെ തന്നെ വെച്ചിട്ട് ഇല്ലീഗലാവുക. ഇനി അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ലോ വരണം. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയെങ്കിലും ലോ വരുമോ? ഒരാളെ കൊല്ലാനായിട്ടുള്ള ഇതിൽ നമുക്ക് ലോനെ കടത്താൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തുകൊണ്ടും അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല. അപ്പോൾ എഗ്രിമെന്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറാൻ പോലും സമയം കൊടുക്കാതെ എഗ്രിമെന്റിൽ തന്നെ അത് എന്തായി മാറുകയാണ്? വോയിഡ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഫ്രം ദ വെരി ബിഗിനിങ് അത് എന്തായിട്ട് മാറുന്നു? വോയിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള അഗ്രിമെന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് വോയിഡ് അബ് ഇനീഷ്യോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ദ വെരി ബിഗിനിങ് അത് എന്തായിട്ട് മാറുന്നു? നമുക്കത് എൻഫോഴ്സ് ചെയ്യാനായിട്ട്, അതായത് നിയമം കടന്നു വരില്ല. അതാണ് വോയിഡ് അഗ്രിമെന്റ്. അപ്പോൾ വോയിഡ് അബ് ഇനീഷ്യോ ഒന്ന് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഇനി അടുത്തതാണ് വോയിഡ് ഡബിൾ കോൺട്രാക്റ്റ്. അപ്പം നമ്മൾ വോയിഡ് കോൺട്രാക്റ്റ് പഠിച്ചു, ഇത് വോയിഡ് ഡബിൾ കോൺട്രാക്റ്റാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം? എ വോയിഡ് ഡബിൾ കോൺട്രാക്ട് ഈസ് എൻ അഗ്രിമെന്റ് ദാറ്റ് വൺ പാർട്ടി ക്യാൻ ക്യാൻസൽ ഇഫ് ദർ ഈസ് ലീഗൽ റീസൺ ലൈക്ക് ഫ്രോഡ് ഓർ കോഷൻ. അതായത് ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഇപ്പോൾ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെട്ട എല്ലാ കാര്യങ്ങളും സെറ്റായി, ഇവിടെ ഒരു വ്യക്തി അത് ക്യാൻസൽ ചെയ്യണം, അതിൽ എന്തോ ചതി ഉണ്ടെന്ന് മനസ്സിലാക്കി ഒരു വ്യക്തി അത് ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? വോയിഡ് ഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയാം. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്സ് ആണ്. ഇത് വാലിഡ് കോൺട്രാക്ട്സ് ആണ്, പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ ഡിഫക്റ്റ് കൊണ്ട് നമുക്ക് കോർട്ടിൽ അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ കറക്റ്റ് ആയില്ല, സ്റ്റാമ്പ് കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല, അല്ലെങ്കിൽ സിഗ്നേച്ചർ ചെയ്യേണ്ട ഭാഗത്ത് സിഗ്നേച്ചർ കറക്റ്റ് ആയില്ല, പേര് മാറിപ്പോവുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് അതിൻ്റെ വാലിഡിറ്റി നഷ്ടപ്പെടുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ അൺഎൻഫോഴ്സബിൾ കോൺട്രാക്ട്സ് എന്ന് പറയുക. ഇനി അടുത്തത് ഇല്ലീഗൽ ഓർ അൺലോഫുൾ കോൺട്രാക്റ്റ് ആണ്. അതായത് ഒരു മർഡർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്, ഇതിനെയൊക്കെ നമ്മൾ എന്തെന്നാണ് പറയുക? ഇല്ലീഗൽ അല്ലെങ്കിൽ അൺലോഫുൾ കോൺട്രാക്ട്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ 6 എണ്ണമാണ് നമ്മുടെ ഫസ്റ്റത്തെ കാറ്റഗറിയിൽ വന്നിട്ടുള്ളത്. അതായത് ഫസ്റ്റത്തെ അക്കോർഡിംഗ് ടു വാലിഡിറ്റി എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷന് വന്നിട്ടുള്ളത് ഈ 6 എണ്ണമാണ്. ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ഫോർമേഷൻ്റെ അണ്ടറിൽ 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ 3 എണ്ണം ഒന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എക്സ്പ്രസ് കോൺട്രാക്റ്റ്. നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എഴുതിയിട്ടോ നമ്മൾ ചേരുന്ന കോൺട്രാക്റ്റുകളെയാണ് എക്സ്പ്രസ് കോൺട്രാക്റ്റ് എന്ന് പറയുക. എക്സ്പ്രസ് ചെയ്യുക, മനസ്സിലായോ? ഇനി ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് താനേ രൂപപ്പെടുന്ന ചില കോൺട്രാക്റ്റുകളുണ്ട്. അതായത് നമ്മൾ വാക്കാലെ പറയണം എന്നില്ല, അല്ലെങ്കിൽ എഴുതിയിട്ട് ആളുടെ അടുത്ത് എഗ്രിമെൻറ്റിലൊന്നും ഏർപ്പെടണം എന്നില്ല, അല്ലാതെ താനേ രൂപപ്പെടുന്ന കോൺട്രാക്റ്റുകളെയാണ് ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇതിനെപ്പോഴും ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ബസ്സിൻ്റെ എക്സാമ്പിളാണ്. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്, കാലിക്കറ്റ് നിന്ന് തൃശ്ശൂരിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ടിക്കറ്റിൻ്റെ പൈസയും നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ അല്ലാതെ വാക്കാലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് എന്നെ ഇന്ന സ്ഥലത്ത് ഇറക്കണം, അങ്ങനെ ഇറക്കുന്നതിന് നിങ്ങൾ എനിക്ക് ടിക്കറ്റ് തരുന്നു, ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്നു, സോ നമ്മൾ 2 പേരും തമ്മിലൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു, അങ്ങനെ ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. അങ്ങനെ പറയാതെ തന്നെ നമ്മൾ പൈസ കൊടുത്തു, കണ്ടക്ടർ നമുക്ക് ടിക്കറ്റ് തന്നു, അത്രേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടും ആ സ്ഥലത്ത് ആ കണ്ടക്ടർ നമ്മൾ ഇറക്കിയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ പോകാൻ വേണ്ടി കൃത്യമായിട്ട് അത്ര ദൂരത്തേക്കുള്ള പൈസ നമ്മൾ കൊടുത്തിരിക്കണം, അല്ലേ? അത് നിയമമാണ്, അതിന് കൊടുത്തിരിക്കണം എന്നുള്ളത്. അതൊരു ഇനി നമ്മളവിടെ ഇറക്കിയില്ല എന്ന് വിചാരിക്കുക, നമ്മളെ ഇന്ന സ്ഥലത്ത് ഇറക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. ഇത് വാലിഡാണ്, നമ്മൾ പൈസ കൊടുത്തൊരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും അവിടെ കോടതി നമ്മളെടുത്ത് ചോദിക്കില്ല നിങ്ങൾ തമ്മിൽ കോൺട്രാക്റ്റൊന്നും ഇല്ലല്ലോ, ഇതൊരു ബസ് യാത്രയല്ലേ എന്നൊരിക്കലും ചോദിക്കില്ല. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്ത് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ താനേ ഒരു കോൺട്രാക്റ്റ് അവിടെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ ഇംപ്ലൈഡ് കോൺട്രാക്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ബസ്സിൻ്റെയാണ് അതിന് കറക്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ. ഇനി അടുത്തത് ക്വാസി കോൺട്രാക്റ്റ് ആണ്. ക്വാസി കോൺട്രാക്ട്സ് ഈസ് നോട്ട് എ കോൺട്രാക്റ്റ് അറ്റ് ഓൾ. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലോ. ഇത് നിയമം ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ, ഇതിന് നമ്മൾ എക്സാമ്പിൾ എപ്പോഴും പറയുന്നത്, വഴിയിൽ നിന്ന് നമുക്കൊരു പേഴ്സ് കളഞ്ഞു കിട്ടുകയാണ് ചെയ്യുന്നത്. സോ പേഴ്സ് കളഞ്ഞു കിട്ടിയ ആളെ നമ്മൾ വിളിക്കുന്ന പേര് ഫൗണ്ടർ ഓഫ് ലോസ്റ്റ് ഗുഡ് എന്നാണ്. അതായത് ആരുടെയോ നഷ്ടപ്പെട്ട വസ്തു കണ്ടെടുത്ത ആൾ. ഇപ്പം ഞാൻ വഴി കൂടെ നടന്നു പോകുന്നു, എനിക്കൊരു പേഴ്സ് കിട്ടി, അപ്പോൾ എന്നെ വിളിക്കുന്ന പേരാണ് ഫൗണ്ടർ ഓഫ് ലോസ്റ്റ് ഗുഡ് എന്നുള്ളത്. അങ്ങനെ ആ ഒരു പേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓണർക്ക് മനസ്സിലാവുകയാണ് അത് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നു, ഞാനത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ആൾ കേസ് കൊടുക്കുകയാണ്.
കേസ് കൊടുക്കുന്ന സമയത്ത് അത് കോടതി നമ്മുടെ അടുത്ത് പറയും എൻ്റെ അല്ലാത്തൊരു വസ്തു എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അത് കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, അതിന് ഞാൻ ഇങ്ങനെ ഒരു വഴി വെച്ചൊരു പേഴ്സ് കിട്ടും, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞ് യാതൊരു എഗ്രിമെൻറ്റോ കോൺട്രാക്റ്റോ ഞാൻ ആളായിട്ട് ഏർപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിന് ഞാൻ ആളുടെ ആ ഒരു പേഴ്സ് തിരിച്ചു കൊടുക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ കോടതി തന്നെ ഒരു എന്താ പറയുക, ഒരു കോൺട്രാക്റ്റ് രൂപപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. നിങ്ങളുടേതല്ലാത്ത വസ്തു തീർച്ചയായിട്ടും ആൾക്ക് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു കോൺട്രാക്റ്റ് നമ്മുടെ കോടതി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചില കേസിൽ ചില കോൺട്രാക്ട്സ് ലോ അല്ലെങ്കിൽ കോർട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ക്വാസി കോൺട്രാക്ട്സ് എന്ന് പറയുക. അപ്പം ഇത് 3 എണ്ണമാണ് നമ്മുടെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായിട്ടുള്ള അക്കോർഡിംഗ് ടു ഫോർമേഷൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി അക്കോർഡിംഗ് ടു പെർഫോമൻസിൻ്റെ അണ്ടറിൽ നമുക്ക് 4 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് ആണ്. എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുണ്ടെങ്കിൽ ആ 2 പേരും അവനവൻ്റെ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് എന്ന് പറയുക. അതായത് ഞാനിപ്പോൾ അമ്മുവിൻ്റെ അടുത്ത് പറയാണ്, എൻ്റെ ഒരു വാച്ച് ഞാൻ നിനക്ക് തരാം, 1500 രൂപയാണ് അതിൻ്റെ വില, നീ എനിക്ക് ആ പൈസ തരണം എന്ന് പറയുമ്പോൾ അമ്മ ഓക്കെ പറഞ്ഞ് 1500 രൂപ എനിക്ക് തന്നു, ഞാൻ അവൾക്ക് വാച്ച് കൊടുത്തു. ഇവിടെ 2 പേരും അവരുടെ സൈഡിലത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ പറയുന്ന പേര് എക്സിക്യൂട്ടഡ് കോൺട്രാക്ട്സ് എന്നാണ്. ഇനി സെക്കൻഡ് വൺ എക്സിക്യൂട്ടറി ആണ്. എക്സിക്യൂട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റഡ് അല്ല, എന്തോ ഒരു കാര്യം ചെയ്യാൻ ബാക്കിയുണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, ഒരു പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, വീട് പെയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നമ്മുടെ അപ്പൂന് 10,000 രൂപ അഡ്വാൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 10,000 രൂപ ഇരിക്കട്ടെ, ഇനി വീട് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് പ്രകാരം അപ്പു ഫുള്ള് വീട് പെയിൻ്റ് അടിച്ച് എല്ലാം ക്ലിയർ ആക്കി കൊടുത്തു. ഞാൻ അതിൻ്റെ പൈസ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരാൾ ആളുടെ സൈഡിലത്തെ കാര്യം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, വീട് ഫുള്ള് പെയിൻ്റ് അടിക്കുക എന്നുള്ളത് അപ്പു കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഈ പൈസ കൊടുക്കാനുണ്ട്, അപ്പോൾ ഒരാളുടെ സൈഡിലത്തെ കാര്യം ഇനി ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളെ നമ്മൾ എക്സിക്യൂട്ടറി കോൺട്രാക്ട്സ് എന്നാണ് വിളിക്കുക. ദെൻ അതിൽ തന്നെ വരുന്ന 2 എണ്ണമാണ് യൂണിലാറ്ററലും ബൈലാറ്ററലും. യൂണിലാറ്ററൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, എക്സിക്യൂട്ടറി പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ ഒരാളെ ചെയ്തിട്ടുള്ളൂ, ഒരാളെ ഇതിലെ കാര്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ഓപ്പോസിറ്റ് ഉള്ള ആൾ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെ നമ്മൾ യൂണിലാറ്ററൽ കോൺട്രാക്ട്സ് എന്നാണ് പറയുക. ഇനി 2 പേരും അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്ട്സ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ എക്സിക്യൂട്ടറും എക്സിക്യൂട്ടറി തന്നെ, അതിന് നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, യൂണിലാറ്ററലും ബൈലാറ്ററലും. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഇതിൽ നിന്നൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ളതല്ല, എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. സോ താങ്ക് യു സോ മച്ച്.